ഹലോ ക്ലേഷേഴ്സ്, എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിപ്പോൾ ലാസ്റ്റ് ഒരു വാറുണ്ടായിരുന്നു. നമ്മൾ ആ വാറ് ഡാർക്ക് ഷാഡോ ആയിട്ടായിരുന്നു. അത് നമ്മൾ 35-ന് നമ്മൾ വാറ് ജയിച്ചിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും നമുക്ക് ആ ലാസ്റ്റ് ആ വാറിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കണ്ടു നോക്കാം. അവരാകെ 5 സ്റ്റാർ മാത്രമേ അടിച്ചിട്ടുണ്ടായുള്ളൂ. നമ്മൾ എന്നിട്ട് കഴിഞ്ഞാൽ ആ ബേസ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ടായി. നമുക്ക് എന്തായാലും അത് നോക്കി നോക്കാം. ഫസ്റ്റത്തെ അടിച്ചത് നമ്മുടെ സിജിലാണ് വാറ്. നമുക്കപ്പോൾ അത് എല്ലാം ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടു നോക്കി നോക്കാം. എങ്ങനെയാണ് ബേസ് അടിച്ച് മൊത്തം ക്ലിയർ ആക്കിയേ എന്നൊക്കെയും. നമ്മുടെ ക്ലൈനിൽ ഒരു കണ്ടൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഒട്ടുമിക്കതും എല്ലാം എയർ അറ്റാക്കാണ് നടത്തുക. മെയിനായിട്ട് ഡ്രാഗൺ, ഇലക്ട്രോ ഡ്രാഗൺ, അതേപോലെ തന്നെ ബേബി ഡ്രാഗൺ, അതേപോലെയാണ് നമ്മുടെ കയ്യിൽ അറ്റാക്ക് വരുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഹീറോസിൻ്റെ ഇവൻറ്റ് നടക്കുന്നതുകൊണ്ട് നമുക്കൊരു മെയിൻ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ഹീറോസിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്താലും നമുക്ക് ഹീറോസിന് അറ്റാക്കിന് കിട്ടുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹീറോസിൻ്റെ പവർ വരുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ രണ്ടാമത്തെ അറ്റാക്കും നോക്കി നോക്കാം. അതും അവൻ തന്നെയാണ് അടിച്ചേക്കണത്. അതും 3 സ്റ്റാർ തന്നെയാണ്. ഇത് നമുക്ക് ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൗൺ ഹാൾ 15 ഫുൾ അപ്ഗ്രേഡഡ് അല്ല. സോ നമുക്ക് എന്തായാലും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ട്രൂപ്സ് മാക്സ് ആകുമ്പോഴും ഹീറോസും റേഞ്ച് ചെയ്ത് വരുമ്പോഴും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർ മിസ്സാവാനും ചാൻസ് കുറവാണ്. അതേപോലെ തന്നെ വാറ് തോൽക്കാനും ചാൻസസ് കുറവാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ അറ്റാക്ക് നോക്കി നോക്കാം. അത് നമുക്ക് സിജിലിൻ്റെ തന്നെ ഫ്രഷ് അക്കൗണ്ടായ SJL റഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. ഇതിൽ മെയിനായിട്ട് ആ സെയിം സ്ട്രാറ്റജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡ്രാഗൺ ഇലക്ട്രോ ആ സൈഡിൽ നിന്ന് തന്നെ എടുത്ത് ആ 2 കോർണറിലുള്ള ഇതെല്ലാം നമുക്ക് ഇലക്ട്രോ ഡ്രാഗൺ വെച്ച് ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ സ്പ്രെഡായി പോകാൻ ചാൻസസ് കൂടുതലാണ്. സോ ഇതിൽ സ്പ്രെഡായി കഴിഞ്ഞാൽ നമ്മൾ തോൽക്കുന്നത് 100% ഉറപ്പാണ്. കാരണം ഈ ടൗൺ ഹാളിൻ്റെ നടുവിൽ ആ കോറിലാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസ് വരിക. അത് നമ്മൾ മെയിനായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അറ്റാക്ക് കംപ്ലീറ്റ്ലി ജയിച്ചു. പിന്നെ നമുക്കതിൽ വേറൊരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നാലാമത്തെ അറ്റാക്ക് ചെയ്തത് ഞാനാണ്. അത് എൻ്റെ ഒരു ഫസ്റ്റത്തെ മെയിൻ അക്കൗണ്ട് തന്നെയാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഞാൻ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി അതേപോലെ തന്നെ ഡ്രാഗൺ ആ ഒരു കോംബോ ആണ് നോക്കിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ സ്പെല്ലെടുത്തിട്ട് എയർ ഡിഫെൻസും അതേപോലെ ഒരു എയർ സ്വീപ്പറും കളഞ്ഞ് പിന്നെ എയർ സ്വീപ്പർ ഇല്ലാത്ത ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ അറ്റാക്ക് തുടങ്ങുക. അപ്പോൾ 2 കോർണറും ബേബി ഡ്രാഗൺ വെച്ച് നോക്കി നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് വാർഡിന് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് സ്പെല്ലിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാക്സിമം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് കേട്ടോ. അഞ്ചാമത്തെ അറ്റാക്കും അതേപോലെ തന്നെ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം സ്ട്രാറ്റജി തന്നെ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് വയോ. ഇനി നമുക്ക് 6, 7, 8, 9, 10 അത് ഓൾറെഡി നമ്മൾ ക്ലിയർ ചെയ്തു. ഇത് നമ്മൾ അടിച്ചത് ഇത് സിജിലിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. ഇത് ഒരു 7ാമത്തെ ബേസാണ്. ടൗൺ ഹാൾ 12 വരുന്നത്. ഇതെൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണെന്ന് വെച്ച് ഞാൻ ക്ലിയർ ചെയ്തത്. ഫസ്റ്റ് അക്കൗണ്ടിൽ അടിച്ച സെയിം തന്നെയാണ്. അതിൽ
എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ഡ്രാഗൺ വെച്ചിട്ട് സൈഡ് ക്ലിയർ ചെയ്തതിന് ശേഷം ആ സൈഡൊന്ന് ഡ്രാഗൺ വെച്ച് അവിടെ നിന്ന് തന്നെ തുടങ്ങും. എട്ടാമത്തെ ഇത് നമ്മൾ അടിച്ചത് സിജിലിൻ്റെ തേർഡ് അക്കൗണ്ടാണ്. അപ്പോൾ അതും സെയിം തന്നെ, ഡ്രാഗൺ അതേപോലെ തന്നെ ഇലക്ട്രോ ഡ്രാഗൺ രണ്ട് സൈഡിൽ നിന്ന് വെച്ചിട്ട് ആ കോർണർ ക്ലിയർ ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഡ്രാഗനെ ഇറക്കി വിടും. പിന്നിൽ ഹീറോസും കൊടുത്തിരിക്കും. അതേപോലെയാണ് ഇത് പോയിരിക്കുന്നത് കേട്ടോ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 9 വരുന്നത്. 9 ചെറിയ ബേസാണ്. ഇതിപ്പോൾ എൻ്റെ റഷ് അക്കൗണ്ട് പുതിയ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ക്ലിയർ ചെയ്തത്. ഇത് നമ്മുടെ 10ാമത്തെ, അത് എൻ്റെ റഷ് അക്കൗണ്ട് വെച്ച് തന്നെയാണ് ക്ലിയർ ചെയ്തത്. അത് നമുക്ക് ജസ്റ്റ് എൻ്റെ റഷ് അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ ടൗൺ ഹാൾ 9 ഉണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള ആയിട്ട്. അപ്പോൾ അത് അതിൻ്റെ അപ്ഗ്രേഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ 35 എന്ന രീതിയിൽ നമ്മൾ ഡാർക്ക് ഷാഡോയായിട്ട് കളി ജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ വാറും കൂടിയും കഴിഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല കേട്ടോ, ഇപ്പോൾ നമുക്കൊരു അയൺ ത്രോൺ എന്ന് പറഞ്ഞൊരു ക്ലാനായിട്ട് വാർ വന്നിട്ടുണ്ട്. ഇതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാൻ 3 എന്തായാലും. ഇതാണ് ഇപ്പോൾ നമുക്ക് പുതിയ വാർ വന്നിരിക്കുന്നത്, അയൺ ത്രോൺ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഒരു പുതിയ വീഡിയോയിൽ ഞാൻ ഇടാം. അപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ 6 അറ്റാക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 6 അറ്റാക്ക് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ.